ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ്. ആദ്യം ഗുരുവായൂർ പോകുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഓണത്തിനൊരു വ്ളോഗ് ചെയ്യണമെന്നൊരു മോഹം തോന്നി, അങ്ങനെ എടുക്കുന്നതാണ് ഈ വീഡിയോ. ഓൺ വോയിസ് പ്രശ്നമുണ്ട്, പക്ഷേ എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്യാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെയാണ് അത്ത ഇടുന്നതും പൂ വാങ്ങാൻ പോകുന്നതൊക്കെ. അപ്പോൾ അത് ഈ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. പൂവിനൊക്കെ ഭയങ്കര വില കൂടി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല. കഴിഞ്ഞ പ്രാവശ്യം 500 രൂപയ്ക്ക് കുറച്ചും കൂടെ കിട്ടുമായിരുന്നു, ഇപ്പം കുറവാണ്. ഞാൻ ഈ പ്രാവശ്യം കുറച്ച് നേരത്തെയാണ് പൂ വാങ്ങിയതും അത്ത ഇടുന്നതും. സത്യം പറഞ്ഞാൽ രാത്രിയായി വന്നപ്പോഴത്തേക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞതിൻ്റെ അതിന് മുന്നത്തെ വർഷമൊക്കെ ഞാൻ അത്തമൊക്കെ ഇട്ട് ഡിസൈനൊക്കെ വരച്ച് കഴിയുമ്പോൾ തന്നെ രാവിലെയാവും. പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നേരത്തെ തന്നെ അത്ത വിട്ട് നേരത്തെ തന്നെ എല്ലാം ചെയ്തിട്ട് നേരത്തെ എണീച്ച് ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് അമ്പലത്തിൽ പോകണം. അതുകൊണ്ട് കുറച്ച് ഉത്സാഹിച്ച് അങ്ങനെ കുറച്ച് നേരത്തെ അത്ത വിട്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ തന്നെ കുറച്ച് ലേറ്റ് ആക്കും. രാവിലെ അത്ത വിടാം, അല്ലെങ്കിൽ കാരണം രാത്രി ഡിസൈൻ വരച്ചിട്ടിട്ട് ഒരു മണി 2 മണിയാകുമ്പം തുടങ്ങും. അപ്പോഴത്തേക്ക് രാവിലെയാവും, പിന്നെ ഉറങ്ങും, പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നേരത്തെ അത്ത വിട്ടു. കാരണം എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് ഈ പ്രാവശ്യം അമ്പലത്തിൽ പോകണമെന്ന് കരുതി. അങ്ങനെ സിമ്പിളായിട്ട് അപ്പം തന്നെ തോന്നിയ ഒരു ഡിസൈനാണിത്. അല്ലാണ്ട് തലേ ദിവസമേ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല. അപ്പം തോന്നിയൊരു ഡിസൈനിൽ വരച്ചൊരു അത്തപ്പൂക്കളിട്ടു. രാത്രി 1 മണിയായി. 1 മണിയായപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന പൂക്കളെല്ലാം വിളക്ക് കത്തിക്കാനായിട്ടൊക്കെ മാറ്റി വെച്ചു. ഇതൊക്കെയാണ് ബാക്കി വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് മീൻ കറിയൊന്നും ഇല്ലാണ്ട് ഉള്ള അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് പോയി കിടന്നുറങ്ങണം. കാരണം രാവിലെ എന്തായാലും കുളിച്ച് അമ്പലത്തിൽ പോകാനുള്ളതില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് പോയി കിടന്നുറങ്ങി. പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ബാക്കി വന്ന ഫുഡെല്ലാം പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫുഡ് പൂച്ചയ്ക്കും കൊടുത്ത് കുറച്ച് ഫുഡ് നമ്മൾ പട്ടിക്കും, നമ്മുടെ അല്ല റോഡിലൊക്കെ ഉള്ള പട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡിൽ വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ പൂക്കളത്തിൽ വെള്ളം തളിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നൊരു സ്പ്രേയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു. അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. അങ്ങനെ അതിൻ്റെ റൂമിൽ വന്നു കിടന്ന് ഉറങ്ങി. അങ്ങനെ രാവിലെയായി, ഓണമായി. സമയം ഏകദേശം 7:30 മണി ആകാറായി. അങ്ങനെ ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് തിരുവോണത്തിന് അമ്പലത്തിൽ പോകാൻ പറ്റണം. പക്ഷേ ഈ 7:30 എണീറ്റ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലേറ്റായി. കാരണം 7:30 എണീറ്റ് ഞാൻ 9 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ പല്ലൊക്കെ തേച്ചു, ഫ്രഷായി, കുളിച്ചു. അങ്ങനെ പുതിയ ഉടുപ്പും മുണ്ട്, പക്ഷേ കഴിഞ്ഞ വർഷത്തെ കേട്ടോ. അങ്ങനെ പുതിയ ഉടുപ്പും പിന്നെ മുണ്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങാൻ മാത്രമൊന്നുമില്ല. അങ്ങനെ കണ്ണാടി മുമ്പിൽ അങ്ങനെ 1-2 വട്ടമൊക്കെ നോക്കി അങ്ങനെ നേരെ വീട്ടിൽ ഇറങ്ങി. ഇതാണ് ഫൈനൽ ലുക്ക്. വിളക്കൊക്കെ വെച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ നേരെ അമ്പലത്തിൽ പോയി. ഞാൻ 2 അമ്പലത്തിൽ പോയി, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നല്ല ലേറ്റായിട്ടാണ് എത്തിയത്. കാരണം അമ്പലത്തിലൊക്കെ നല്ല തിരക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ അമ്മയ്ക്ക് ഈ പ്രാവശ്യം ഞാനൊരു ഓണക്കോടി വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അത് അമ്മയ്ക്ക് കൊടുത്തു. അത് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അമ്മയ്ക്ക് ഈ പ്രാവശ്യം ഓണക്കോടി കൊടുത്തു. ഞാൻ പറഞ്ഞു, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം അതിൽ നിന്ന് ഓപ്പൺ ചെയ്താൽ മതി. കാരണം വെള്ള ആയതുകൊണ്ട് അവർ പിന്നെ തിരിച്ചെടുക്കില്ല ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫുൾ ഓപ്പൺ ചെയ്യുക. ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഫുൾ ഓപ്പൺ ചെയ്തു. അപ്പോഴാണ് അനിയൻ വന്നത്. ആ സമയത്ത് തന്നെ അങ്ങനെ അനിയന് കൊടുക്കാനുള്ളൊരു ചെറിയൊരു ഓണക്കോടി. അങ്ങനെ അവനത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഇട്ട് നോക്കണം, കാരണം സൈസ് അറിയണ്ടേ. അങ്ങനെ സ്പോട്ടിൽ അവനും അത് ഇട്ട് നോക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട്
പാട്ട് വെച്ച് സെറ്റാക്കണ്ടേ, ഓണപ്പാട്ട്. ഇതാ സ്ഥിരം ഇടുന്നൊരു പാട്ടാണല്ലോ ഈ പാട്ട്. അങ്ങനെ പാട്ടൊക്കെ സെറ്റാക്കി വൈബാക്കി അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സദ്യയുടെ കറികളൊക്കെ ആയി. കൂട്ടുകറിയായി, തോരൻ, കിച്ചടി, നാരങ്ങ, ഇഞ്ചി, മാങ്ങ, പിന്നെ പരിപ്പ് കറി, പച്ചടി, അവിയൽ, പപ്പടമൊക്കെ അങ്ങനെ ഏകദേശം റെഡിയായി. പോയി വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ സദ്യ കഴിക്കാനുള്ളൊരു പുറപ്പാടാണ്. ടി വിയും കണ്ട് സിനിമയും കണ്ട് അങ്ങനെ സദ്യ തുടങ്ങി. പപ്പടവും പരിപ്പും സാമ്പാറും ഒക്കെ ആയിട്ട് അങ്ങനെ സദ്യ നല്ലതായ രീതിയിൽ കഴിച്ചു. ഇതാണല്ലോ മെയിൻ ഹൈലൈറ്റ്, നമ്മുടെ ട്രിവാൻഡ്രത്തെ മെയിൻ ഐറ്റം. കുഞ്ഞിക്കൂനൻ സിനിമയും സദ്യയും. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് നേരെ ഒരൊറ്റ ഉറക്കം. ഇതൊരു മസ്റ്റാണല്ലോ. അങ്ങനെ ഉറങ്ങി. വൈകിട്ടായപ്പോഴത്തേക്കും ഫ്രണ്ട്സ് വിളിച്ചു, കനകക്കുന്നിൽ പോവാം, അവിടുത്തെ ഓണാഘോഷ പരിപാടിയൊക്കെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ ഉറക്കം അങ്ങ് കംപ്ലീറ്റ് ആയില്ല. പക്ഷേ ഇതൊക്കെ ഒരു വൈബല്ലേ. അങ്ങനെ കണ്ണാടി മുമ്പിൽ കുറേ നേരം ഇങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ട് അങ്ങനെ നേരെ വിട്ടു കനകക്കുന്നിലോട്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെ കനകക്കുന്നും മ്യൂസിയമൊക്കെ ലൈറ്റൊക്കെ ഇട്ട് പരിപാടിയൊക്കെ സെറ്റാക്കി നല്ല രസമുണ്ടായിരുന്നു ഈ പ്രാവശ്യവും. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് നേരത്തെ ഇവിടെ വന്നായിരുന്നു. പക്ഷെ ഞാൻ എത്തിയപ്പോൾ ലേറ്റായി. കാരണം നല്ല തിരക്ക്, ബ്ലോക്കും, റോഡുകളിലൊന്നും വണ്ടി വയ്ക്കാനൊന്നും പറ്റാതെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അവരന്വേഷിച്ച് പോകുന്നതാണ് ഞാൻ. ഇതായിരുന്നു മെയിൻ അട്രാക്ഷൻ, ഇതിനകത്ത് കയറാൻ. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കയറാൻ പറ്റില്ല, ക്ലോസ് ആക്കി. അങ്ങനെ ഫ്രണ്ട്സിനെ കണ്ടു. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇത് അഖിൽ. അങ്ങനെ ഇവരെ കൂടെയാണ് ഇന്ന് കറക്കം ഫുള്ളും. അങ്ങനെ കഥകളിയൊക്കെ കണ്ടു. അവിടെ മാത്രമല്ല, പല സ്ഥലത്ത് പല വേദികളിൽ പല പ്രോഗ്രാമുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും നല്ല തിരക്കുമുണ്ട്. എല്ലായിടത്തൊന്നും കാണാൻ പറ്റാറില്ലല്ലോ. അങ്ങനെ ഉള്ള സ്ഥലത്ത് കുറച്ചൊക്കെ കണ്ടു, പരിപാടിയൊക്കെ കണ്ടു, കറങ്ങി. ഇതാണ് അതിൻ്റെ മുകൾ ഭാഗം. ഇതിൻ്റെ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. റീൽസിലൊക്കെ ഒരുപാട് പേര് കയറി അകപ്പെട്ട് പോയതിൻ്റെയൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ നടന്നു, ഫുള്ള് കറങ്ങി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നു. പോകാൻ നേരം വിചാരിച്ചു മാനവീയത്തും കൂടെ പോയാലോ എന്ന് കരുതി. അവിടെ എന്തെങ്കിലും പരിപാടി കാണുമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ മാനവീയത്തിൽ ഒരു പരിപാടിയില്ല. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ വിചാരിച്ചു നമുക്ക് പോവാം. വണ്ടി വെച്ച സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെയും ബ്ലോക്ക്. കാരണം എൻ്റെ വണ്ടി അങ്ങ് ദൂരെയായിരിക്കണേ. ഇനി അവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നടക്കണം. എന്തായാലും ഇതുവഴി വരാൻ പറ്റില്ല, വേറെ വഴി എന്തായാലും പോയേ പറ്റൂ. ഇനിയും പോകണം എൻ്റെ വണ്ടി. കണ്ടോ അവിടെയൊക്കെ ബ്ലോക്കാണ്. അങ്ങനെ വേറൊരു വഴി കണ്ടുപിടിച്ച് അങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ, ബൈ.